ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അപ്പോൾ അത് ഈവനിങ് ഒക്കെ ആയിട്ടോ, ട്യൂഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു നമ്മുടെ തൈകൾക്ക്, നമ്മുടെ പ്ലാവും തൈയുണ്ട്, ജാതി തൈയുണ്ട്, അങ്ങനെ എല്ലാത്തിനും ഒരു മഴ കിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് തെളിച്ച് ഇച്ചിരി ഒന്ന് സെറ്റ് ചെയ്യാനുള്ള രീതിയാട്ടോ. അപ്പോൾ ഒന്ന് ചെയ്യാം. ഇതിന് ഓൾറെഡി വലിയ പുല്ലൊന്നും ഇല്ല, എന്നാലും ചോടൊക്കെ നല്ല തറഞ്ഞായിരിക്കും കിടക്കണം. അപ്പോൾ ഒന്ന് ചോടൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാം. നമ്മുടെ കരിയിലയൊക്കെ ഉണ്ട്, കരിയിലയൊക്കെ അവിടെ തന്നെ കിടന്നു കേട്ടോ. മണ്ണൊക്കെ നന്നായിട്ട് തറഞ്ഞാട്ടോ കിടക്കണേ, നന്നായിട്ട് പൊടിമണ്ണ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൊന്നച്ചവറ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനങ്ങ് പുതയിടുവാണെങ്കിൽ ഒരു അടിയിൽ ചൂടടിക്കണതിൻ്റെ കുറയുമല്ലോ. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ അതങ്ങ് നനവോടുകൂടി ഇരുന്നോളൂല്ലോ. ഇത് നമ്മുടെ ബഡ് പ്ലാവട്ടോ. ഇത് പോയത് ഇതാണ്ടോ, ഇത് കായ്ച്ചതായിരുന്നു. ഇതാ ഇവിടെ ചീക്ക് കയറി ഇത് പോയത്. എന്നാലും ഞാനൊന്ന് ഇതാ ഈ പ്രാവശ്യം മാഞ്ചക്ക പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഇത് കാണിച്ചേടാ, ഉണ്ടോ മാഞ്ചക്ക പൊട്ടിയേക്കണുണ്ടോ. അപ്പോൾ ഞാനിത് രക്ഷപ്പെട്ടാലോ എന്ന് ഓർത്തൊന്ന് ശുശ്രൂഷിച്ചെടുത്താൽ അത് കഴിഞ്ഞ് കമ്പ് കയറി വന്ന കേട്ടോ. അപ്പോൾ ഇനി ഈ വേനക്കും കൂടെ ഒന്ന് നോക്കിയാൽ നമ്മളിത് എനർജറ്റിക്കായിട്ട് വന്നോളൂ കേട്ടോ. ഇവിടെ ഈ കാപ്പിയുടെയും കൊക്കോയുടെയും ഒക്കെ ചോല കാരണമാണ് ഇവിടെ മറ്റ് വൃക്ഷങ്ങൾ മൊത്തം ഇങ്ങനെ നിൽക്കണോണ്ട് ചോല ഇതിൻ്റെ വേര് ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കറഞ്ഞ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ ഈ പച്ചലയൊക്കെ കിട്ടുമ്പോൾ ഇതിൻ്റെ ചോട്ടിക്കൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഇടാറുണ്ട്. അപ്പം ഇനി വേനലാകുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടി ഒന്ന് ചോട് ഇളക്കിയിട്ട് ചോട് കറഞ്ഞു കേട്ടോ. ഉണ്ടോ മണ്ണൊക്കെ നമുക്ക് പൊടിമണ്ണ് പോലെയായി, വെള്ളത്തിൻ്റെ ഒരംശം പോലും ഇല്ലാണ്ട് നന്നായിട്ട് പൊടിയായി. നല്ല പൊടിമണ്ണായി. ഉണ്ടോ വേര് കണ്ടോ, ഫുള്ള് വേര. ഇതിനൊന്ന് ചെറിയൊരു തടം പോലെ എടുത്താൽ നമുക്ക് വെള്ളമൊക്കെ കൊണ്ട് ഒഴിക്കാമല്ലോ. ബഡ് പ്ലാവ് നട്ടിട്ട് അതൊന്ന് കായ്ച്ചൊന്ന് കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട്. ഇത് മാവിൻ്റെയൊക്കെ വേര് കണ്ട കാപ്പിയുടെ. എൻ്റെ ചോടൊന്ന് കിളക്കണം. എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ചെയ്യണേ. ഒത്തിരി എതിർപ്പുകൾ ഇപ്പോൾ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്യണം, അത്രയുള്ളൂ. അത്രയും പോയിട്ടും ഇത് കണ്ടോ അത്രയും കയറി വന്നില്ലേ. അപ്പോൾ എനിക്കൊരു സന്തോഷം. അതുകൊണ്ട് മതിയായിരിക്കും. തപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കൊന്ന വെട്ടി എൻ്റെ ചവറ് കിടന്നാൽ അത് കൊഴിഞ്ഞു പോയാൽ പിന്നെ ഇലയങ്ങ് കൊഴിഞ്ഞു പോയാൽ പിന്നെ കൊണ്ടുവിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ചീക്ക് വന്നേ പിന്നെ ചാണകവെള്ളം കലക്കി ഒഴിക്കാറില്ല കേട്ടോ. ചാണകവെള്ളമൊക്കെ ഇങ്ങനെ പ്ലാവിനും അങ്ങനെയൊക്കെ കലക്കി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ചീക്ക് വരും. ചാണകപ്പൊടി ഇട്ടാൽ കുഴപ്പമില്ല.
കുറച്ച് ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടെ ഇത് ഒക്കെ ഭയങ്കര പൊടിമണ്ണായിട്ട് കിടക്കുമല്ലോ. വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുക നമ്മുടെ മരങ്ങളും ചെടികളും എല്ലാം. അപ്പോൾ കുറച്ച് അതിൻ്റെ ഉള്ളിലും ചപ്പൊക്കെ ഉണ്ട്, കരിയിലൊക്കെ ഉണ്ട്. കരിയിലൊന്നും ഞാൻ മാറ്റിക്കളഞ്ഞില്ല. അപ്പോൾ ആ ചോടൊന്ന് തണുപ്പോടെ ഇരിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ എടുത്താൽ എന്താവുമെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴാണ് ഞാൻ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ എനിക്ക് നല്ല പെയിനായിരുന്നു കേട്ടോ. ഇപ്പോഴും വീണ്ടും ഒന്ന് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തൂക്കി പിടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് അതിനു വേണ്ടി ചെറിയ പണിയൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുറ്റത്തിൻ്റെ മേളിലായിട്ടൊരു ജാതിത്തൈ നിൽക്കണ്ടേ. എൻ്റെ നാരക അമ്മയുടെ ജാതിയുടെ മേളിൽ കയറി. അയ്യോടാ, എൻ്റെ ജാതി അത്ര ആയോളൂ, നിന്റെ നാരക അത്രയും കയറിയോ? ആ സാരമില്ല. അമ്മ ഇത് ഇത്രയും വലുതായിരിക്കും കായ്ക്കാത്ത ഇത് നാരക എന്തോരം വലുതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് പിന്നെ ഒത്തിരി കമ്പൊന്നും ഇല്ലല്ലോ. ഇത് ഒരു തണ്ട് മാത്രമല്ല മേളിലേക്ക് പൊങ്ങിപ്പോയിട്ടുള്ളൂ. ഒത്തിരി ആയിട്ട് വേണമായിരിക്കും. നീ വളമൊക്കെ ഇട്ട് കൊടുക്കുക. നീ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ലല്ലോ. അതെ, നീ ഇടുന്ന വളം കൊണ്ടല്ലല്ലോ. ഞാൻ ഈ ജാതിക്ക് കൊണ്ടുപോയി വളം ഇട്ട് കൊടുക്കും. അത് വലിച്ചാണ് അത് അത്ര ആയത്. അല്ലാണ്ട് നീ ഒരു തുള്ളി വെള്ളമെങ്കിലും ഒഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ വളർന്നു മതി പതുകിയെ. അയ്യോ, ഇതെന്നാടാ, ഇങ്ങ് വന്നേടാ. നിന്റെ നാരകത്തിന് ഇതെന്ത് പറ്റിയതാ? ഇപ്പം ഇതൊന്നും നോക്കാൻ ഇങ്ങോട്ട് ചൂടായോണ്ടേ പറമ്പിലേക്കൊന്നും. അയ്യോ, ഇതിനെന്തോ സംഭവിച്ചു. ഇതാണ്ടോ പശ പോലെ ഇരിക്കണുണ്ടോ? ഇതെന്നാ ചെയ്യണ്ടേ? എവിടെയെങ്കിലും പൊട്ടി, ദൈവമേ, ഇതിനെന്തായിരിക്കും ചെയ്യണ്ടേ? അപ്പം ആരെങ്കിലും അന്ന് നോക്കിയത് നന്നായില്ലോ. ഇവിടെയൊക്കെ ഉണ്ടോ? ഇതെന്താ സംഭവിച്ചേക്കണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം എന്താ ഇനി ചെയ്യണ്ടേന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇത് പോകാൻ ചാൻസ് ഉണ്ടോ? കണ്ടോ, ഇത് എവിടെയെങ്ങാണ്ട് ഇവിടെയൊക്കെ ഉണ്ടടാ. ഒക്കെ അറിയാവുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഉണങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു പൂപ്പൽ പോലെ ഉണ്ടോ? പൂപ്പൽ പോലെ വന്നിട്ടുണ്ട്. ഇതാ, അയ്യോ, ഈ കമ്പേക്കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ എന്നാ ചെയ്യണ്ടേന്നൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അറിയാവുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇതൊരു മത്തയുടെ തല. ഇതിൽ നിന്ന് ഒരു മത്തങ്ങ പോലും കിട്ടിയില്ല കേട്ടോ. ഇയൊക്കെ ചെയ്തു, പക്ഷെ ഉണ്ടായില്ല. പക്ഷെ ഇല വെച്ച് കറി വെച്ചു. ഇനി ഈ ജാതിയുടെയും നാരകത്തിൻ്റെയും കൂടെ ചോടൊന്ന് തെളിച്ചിട്ട് കുറച്ച് കരിയിലയും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ വളമൊന്നും ഇടണില്ല, ഇടയ്ക്ക് പൊടിച്ചാണാനൊക്കെ ഞാൻ ഇടാറുള്ളതാണ്. ഇവിടെയൊക്കെ ഭയങ്കര തറഞ്ഞു കിടക്കുക കേട്ടോ. നമ്മൾ കിളയ്ക്കുമ്പോൾ തൂമ്പ തെറിച്ച് പോവുക ചെയ്യണേ. കൊക്കോയുടെ വേരൊക്കെ കയറിയ കാപ്പിയുടെയൊക്കെ വേരുണ്ടേ. അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും കാണും കേട്ടോ. അപ്പോൾ ഞാൻ നാരകത്തിൻ്റെയും ജാതിയുടെയും ചോറൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം കൂടെ കൊണ്ടുപോയി ഒഴിക്കട്ടെ. അപ്പോൾ അറിയാവുന്നവർ ഇതിനെന്നാ പോകാൻ വഴിയെന്ന് ഒന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ എഡ്വിൻ്റെ നാരകം. എഡ്വിൻ എന്ന് വെച്ചാടാ, എന്ന് വെച്ചായിരുന്നോ? 1ാം ക്ലാസ്സിലോ LKG വെച്ച് നാരകം കേട്ടോ. അതിൻ്റെ കാര്യം തീരും. അതുകൊണ്ട് ഒന്ന് പറയണം കേട്ടോ. ഇത് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ആയുധങ്ങളെല്ലാം എടുത്തില്ലേ, പോരെ. ഇതാ ഈ റോസപ്പൂ കേട്ടോ. ഇത് അടുത്ത് ഇത് ഇതാ 3 കളറാട്ടോ. അടിപൊളിയല്ലേ? എനിക്ക് സന്തോഷമായി, അതുകൊണ്ടൊന്ന് കാട്ടി തന്നാണേ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.